സംസ്ഥാന പോലീസിനെ ആകെ വട്ടം കറക്കിയ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയെ ചുവന്ന കരങ്ങളോടെ തൂക്കി കേരള പോലീസിന്റെ മറുപടി. അർജുൻ ആയങ്കി റിമാൻഡിൽ. 4 ദിവസത്തോളം കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെയും ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ച് സംസ്ഥാനമാകെ സഞ്ചരിച്ച അർജുൻ ആയങ്കി ഒടുവിൽ അഴീക്കുള്ളിലേക്ക്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത സൈബർ കേസിലാണ് കൂത്തുപറമ്പ് ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബി യദുകൃഷ്ണൻ റിമാൻഡ് ചെയ്തത്. കണ്ണൂരിൽ നിന്ന് അർജുൻ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് പോലീസിന് നിർണായകമായത്. ഓട്ടോ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പൊതുജന താല്പര്യമുള്ള വ്യക്തി 1 ലക്ഷം രൂപ ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നൽകണമെന്ന് എന്നോട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ പൈസ തരാമെന്നും പറഞ്ഞു. അത് തീർച്ചയായിട്ടും ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആ തരുന്ന പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നതാണ്. പഴുതടച്ച നീക്കങ്ങളിലൂടെയാണ് കണ്ണൂരിലെ പോലീസ് അർജുനെ പൂട്ടിയത്. പിടികൂടി ടൗൺ സ്റ്റേഷനിൽ എത്തിച്ച അർജുൻ ആയങ്കി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷവും സർക്കാരിനോടുള്ള പരിഹാസവും പോലീസിനോടുള്ള വിമർശനവും ആവർത്തിച്ചു. കടലിൽ കാണേണ്ടവരെ കിട്ടിയ പോലീസിനെ വെല്ലുവിളിക്കുന്നത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമെന്ന് ADGP പി വിജയൻ പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശമുണ്ട്. ഒന്ന് ഇയാളെ പിടിച്ചിരിക്കണം. 2 ഇതൊരു നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ നിയമപരമല്ലാത്തൊരു രീതിയും ഫോളോ ചെയ്ത് കൃത്യമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ലെന്നും എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ആയങ്കിയുടെ അനുഭവം ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. തലശ്ശേരി സബ് ജയിലിലേക്ക് അർജുൻ ആയങ്കിയെ മാറ്റിയതിനാൽ ഇന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരില്ല. സൈബർ കേസിൽ ജാമ്യം ലഭിച്ചാൽ കസ്റ്റഡിയിൽ എടുക്കാനായിരുന്നു കോതമംഗലം പോലീസിന്റെ തീരുമാനം. അതിനിടെ അർജുൻ ആയങ്കിയുടെ 2 കൂട്ടാളികളെ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിതിൻ, സുഭാഷ് എന്നീ അഴീക്കോട് കപ്പക്കടവ് സ്വദേശികളെയാണ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, കൊച്ചിയിലെ കേസുകളിൽ ഇന്ന് തന്നെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ കണ്ണൂരിലെ കേസിൽ തന്നെ റിമാൻഡിലേക്ക് പോവുകയാണ് അർജുൻ ആയങ്കി. അതെ രുചീഷ്, നമുക്കറിയാം കഴിഞ്ഞ 4-5 ദിവസമായി കേരള പോലീസിനെ ഒന്നടങ്കം അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെയും ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുകയായിരുന്നു അർജുൻ ആയങ്കി അക്ഷരാർത്ഥത്തിൽ. അതിനൊരു അറുതി വരുത്തിയിരിക്കുകയാണ്. അർജുൻ ആയങ്കിയെ ഇന്ന് പുലർച്ചെ 2:45 കണ്ണൂരിൽ നിന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി അർജുൻ ആയങ്കി കണ്ണൂരിൽ തന്നെ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയിട്ടുണ്ടായിരുന്ന മൊഴിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ ആയങ്കി കസ്റ്റഡിയിലെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെ, അതായത് ആദ്യം ഇപ്പോൾ അറസ്റ്റിൽ രേഖപ്പെടുത്തുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത് കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ കേസിലാണ്. അതിന്റെ പരാതിക്കാരൻ കണ്ണൂർ DCC പ്രസിഡന്റാണ്. അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അർജുനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തി അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയായിരുന്നു DCC പ്രസിഡന്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റും റിമാൻഡും നൽകിയിട്ടുള്ളത്. ഈ ജാമ്യം ലഭിക്കാൻ കാരണം അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാത്ത തരത്തിലുള്ള വകുപ്പുകൾ, അതായത് കലാപാഹ്വാനത്തിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കോതമംഗലം ഊന്നുകൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 3 കേസുകളാണ് അർജുൻ ആയങ്കിയുടെ പേരിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും കോതമംഗലത്തേക്ക് കൊണ്ടുപോയി തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു ഊന്നുകൽ പോലീസിന്റെ ലക്ഷ്യം. പക്ഷേ ഈ കേസിൽ, അതായത് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത നിലവിൽ റിമാൻഡിലായിട്ടുള്ള ഈ കേസിൽ പ്രതിഭാഗം അർജുന്റെ അഭിഭാഷകർ
ജാമ്യ ഹർജി നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളത്. അത് അർജുന്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണം ഉണ്ടായിരുന്നു. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മറ്റു കേസുകളിലെ തുടർ നടപടികൾ വൈകിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജാമ്യ ഹർജി നൽകാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡിൽ പോവുകയാണ്. പക്ഷേ നാളെ ഈ ഊന്നുങ്കൽ പോലീസ് കോടതിയെ സമീപിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഏറ്റവും അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ അർജുനെ കസ്റ്റഡിയിൽ വാങ്ങാനും എറണാകുളത്തേക്ക് എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് ഊന്നുങ്കൽ പോലീസിന്റെ നീക്കം. എന്ത് തന്നെയാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വട്ടം കറക്കുകയായിരുന്നു അർജുൻ ആയങ്കി എന്നുള്ളത് സത്യമാണ്. പോലീസ് കേരളത്തിലുടനീളം കേരളത്തിലെ വിവിധ ജില്ലകളിൽ പരിശോധന നടത്തുന്നു, കേരളത്തിന് പുറത്തും പരിശോധന നടത്തുന്നു. പക്ഷേ അർജുൻ ആയങ്കി എവിടെ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒളിവിലിരിക്കുമ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളെ പലരെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. പക്ഷേ അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനിലൂടെ അർജുനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു, തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചു. ഇപ്പോഴും സമാന്തരമായി തന്നെ മറ്റ് കേസുകളുടെ അന്വേഷണം മുൻപോട്ട് പോവുകയാണ്. അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾ ആരൊക്കെ, ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ആളുകൾ ആരൊക്കെ എന്നീ പരിശോധനകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായി മുൻപോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അർജുന്റെ സഹോദരനെ കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമാന്തരമായി ഇതുമായി ബന്ധപ്പെട്ട അർജുനുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അന്വേഷിക്കുന്നു. അർജുനെ സഹായിച്ച ആളുകൾ ആരൊക്കെ, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടാൻ സഹായിച്ച ആളുകൾ ആരൊക്കെ, ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾ ആരൊക്കെ, ഈ വാഹനങ്ങൾ ഉൾപ്പെടെ നൽകിയ ആളുകൾ ആരൊക്കെ എന്നീ തരത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളും ഇപ്പോൾ കൃത്യമായും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രുജീഷ്.